നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഭക്ഷ്യവില കുതിച്ചുയർന്നതായി ഐക്യരാഷ്ട്രസഭ. യുദ്ധത്തെ തുടർന്ന് ഊർജ്ജ നിരക്ക് വർദ്ധിച്ചതും ചരക്ക് ഗതാഗത നിരക്കിലുണ്ടായ വർധനവുമാണ് വില കൂടാൻ ഇടയാക്കിയതെന്നും ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഭക്ഷ്യവില സൂചികയിൽ മാർച്ച് മാസത്തിൽ മാത്രമുണ്ടായത് 2.4% വർധനവ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതിലൂടെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ രാസവളങ്ങളുടെ ദൗർലഭ്യം കാർഷിക രംഗത്തെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നു. സ്കോട്ട്ലൻഡിൽ ഇന്ധന സ്റ്റോക്ക് തീർന്നതോടെ പെട്രോൾ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടി. ഇറാൻ യുദ്ധം ആഗോളതലത്തിൽ തന്നെ ഇന്ധനവിലയെ ബാധിച്ചതോടെ വില വർദ്ധിക്കുന്നതിന് മുൻപ് വാഹന ഉടമകൾ പെട്രോൾ അധികമായി സ്റ്റോക്ക് ചെയ്യുന്നു. ആവശ്യക്കാർ ഏറിയതോടെ രാജ്യത്തെ ഫോർപോർട്ടുകളെല്ലാം അടച്ചുപൂട്ടി. എണ്ണവില കുതിച്ചുയർന്നത് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ അസ്ഡ ടെക്ടോ കമ്പനികൾ സൂപ്പർ മാർക്കറ്റിലെ ഫോർപോർട്ടുകൾ അടച്ചുപൂട്ടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് തള്ളി ഇറാൻ. 48 മണിക്കൂറിനുള്ളിൽ സമാധാന ഉടമ്പടിക്ക് സമ്മതിച്ചില്ലെങ്കിൽ ഇറാന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി കാറ്റിൽ പറത്തി ഇറാന്റെ സൈനിക കേന്ദ്രം. ബലഹീനവും പരിഭ്രാന്തവും സമചിത്തതയില്ലാത്തതും ബുദ്ധിശൂന്യവുമായ നടപടിയാണ് ട്രംപിന്റെ ഭീഷണിയെന്ന് ജനറൽ അലി അബ്ദുള്ളാഹി അലിയബാദി. ഇറാനിയൻ ഊർജ്ജ സംവിധാനങ്ങളെ തകർക്കാൻ US നിന്നുമുള്ള അനുമതിക്ക് കാത്തിരിക്കുകയാണെന്നും ഇസ്രായേൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാനുകൾക്ക് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ്. ഇറാനിലെ ബുഷർ ആണവ നിലയത്തിന് സമീപം തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ആണവ വികിരണം പുറത്തുവരാൻ കാരണമായേക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ആക്രമണങ്ങൾ മേഖലയിലാകെ ഗുരുതരമായ മാനുഷിക പരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കത്തയച്ചു. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നത് അപലപനീയമെന്ന് അരാഗ്ചി. ആക്രമണത്തിൽ ആണവ നിലയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ സുരക്ഷിതമാണെന്നും വൈദ്യുതി ഉൽപാദനം സാധാരണ നിലയിലാണെന്നും ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയ F-15 യുദ്ധവിമാനത്തിൽ നിന്നും കാണാതായ US സൈനികനെ രക്ഷപ്പെടുത്തിയ കാര്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. വെള്ളിയാഴ്ചയാണ് US യുദ്ധവിമാനം F-15E സ്ട്രൈക്കേഴ്സ് ഈഗിളിനെ ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയത്. യുദ്ധവിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റും വെപ്പൺ സിസ്റ്റം ഓഫീസറും കാണാതായ പൈലറ്റിനു വേണ്ടി USഉം ഇറാനും വ്യാപകമായ തിരച്ചിൽ നടത്തുന്നതിന് ശേഷമാണ് ഇപ്പോൾ കണ്ടെത്തിയത്. ഇന്ത്യ എപ്പോഴെങ്കിലും പാകിസ്ഥാനെതിരെ ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ കൊൽക്കത്ത ആക്രമിച്ച് തിരിച്ചടി നൽകുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ്. ഇന്ത്യൻ കസ്റ്റഡിയിലുള്ള പാക് സ്വദേശികളോടോ അല്ലെങ്കിൽ മറ്റു ആളുകളുടെയോ മൃതശരീരങ്ങൾ എവിടെയെങ്കിലും ഉപേക്ഷിച്ച ശേഷം അവർ ഭീകരരായിരുന്നു എന്ന് പ്രചരണം നടത്തി വ്യാജ ഓപ്പറേഷൻ നടത്താൻ പദ്ധതിയിടുന്നതായി ഖോജ ആസിഫിന്റെ വിമർശനം. ഖോജ ആസിഫിന്റെ പ്രതികരണം ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പരാമർശങ്ങൾക്കുള്ള മറുപടി. ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന 345 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അർമേനിയ വഴി ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചു. മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചേർന്നത് ചെന്നൈയിൽ. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അർമേനിയ, അസർബൈജാൻ എന്നിവിടങ്ങളിലെ കര അതിർത്തി വഴി 1500-ലധികം ഇന്ത്യൻ പൗരന്മാർ ഇറാനിൽ നിന്നും പുറത്തു കടന്നതായി PTA. ഇറാനിൽ മത്സ്യത്തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കാൻ ഇടയായ സാഹചര്യങ്ങൾ വ്യക്തമല്ല. ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ സഹായിച്ചതിന് അർമേനിയൻ വിദേശകാര്യമന്ത്രി അരാജ് സോയൻ നന്ദി പറഞ്ഞു. വോട്ടർമാർക്ക് BJP സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തെന്ന പരാതിയിൽ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തു. ഒളരി പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്തെ കാർത്തിക സൂപ്പർ മാർക്കറ്റിൽ നിന്നും കിറ്റുകൾ വിതരണം ചെയ്തു എന്നും പ്രതിപക്ഷ ആരോപണം. കിറ്റിനുള്ളിൽ സ്ലിപ്പുകൾ വിതരണം ചെയ്തു എന്നും ഇതുപയോഗിച്ച് സൂപ്പർ മാർക്കറ്റിന് പിറകിലെ ഗോഡൌൺ വഴി 12 ഇനം പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തെന്നും ആരോപണം. പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷണം ആരംഭിച്ചു. ഇലക്ഷൻ ഫയലിംഗും സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി സൂപ്പർ മാർക്കറ്റ് അടച്ചു. ഭൂരിപക്ഷ പ്രവചന മത്സരത്തിൽ പോലീസ് കേസെടുത്തു. M. ലിജുവിന്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്നവർക്ക് 10,001 രൂപ വാഗ്ദാനം ചെയ്ത സംഭവത്തിലാണ് കായംകുളം പോലീസ് കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ആകാശ് തഴശ്ശേരിക്കെതിരെയാണ് കേസ്. പ്രവചന മത്സരം നടന്നത് ഫേസ്ബുക്ക് വഴി. ഹരിയാനയിലെ നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ നിയമ നടപടിയുമായി KC വേണുഗോപാൽ. ഗൗരവ് കുമാറിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു KC വേണുഗോപാൽ. തന്റെ സൽകീർത്തിയും പ്രതിച്ഛായയും തകർക്കുകയാണ് ലക്ഷ്യമെന്നും KC വേണുഗോപാൽ. വാർത്തകൾ വിശദമായി. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് കഴിഞ്ഞ മാസം ഭക്ഷ്യവില കുതിച്ചുയർന്നതായി ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. സംഘർഷത്തെ തുടർന്ന് ഊർജ്ജ നിരക്ക് വർദ്ധിച്ചതും ഒപ്പം ചരക്ക് ഗതാഗത നിരക്കിലുണ്ടായ വർധനവുമാണ് വില കൂടാൻ ഇടയാക്കിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഭക്ഷ്യവില സൂചികയിൽ മാർച്ച് മാസത്തിലുണ്ടായത് 2.4% വർധനമാണെന്നും തുടർച്ചയായ 2ാം മാസമാണ് ഈ വർധനവ് ഉണ്ടായിരിക്കുന്നത്. ധാന്യങ്ങൾ, പഞ്ചസാര, മാംസം, സസ്യ എണ്ണകൾ എന്നിവയുടെ വിലയിൽ 5 മാസ കാലത്തിനിടയിൽ ആദ്യമായി വില വർധനവ് ഉണ്ടായിരിക്കുന്നു. ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇത് ആദ്യമുണ്ടായത്. ഏറ്റവും കൂടുതൽ വർധനവ് ഉണ്ടായത് സസ്യ എണ്ണയുടെയും
പഞ്ചസാരയുടെയും കാര്യത്തിലാണ്. എണ്ണയുടെ വിലയിൽ 5% വർധനവ് ഉണ്ടായപ്പോൾ പഞ്ചസാരയുടെ വിലയിൽ 7% വർധനവാണ് ഉണ്ടായത്. യുദ്ധം ഇനിയും തുടരുന്നത് ഭക്ഷ്യവില ഇനിയും കുതിച്ചുയരുന്നതിന് കാരണമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ധനം, വൈദ്യുതി, വളങ്ങൾ എന്നിവയുടെ വിലയിൽ ഉണ്ടാകുന്ന വർധനവാണ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിലയിൽ പ്രതിഫലിക്കുന്നത്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ വളങ്ങളിൽ 1/3 കടന്നുപോകുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എന്നുള്ളത് കാർഷിക രംഗത്തെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയേക്കുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. പ്രതിസന്ധി തുടരുകയാണ് എങ്കിൽ 2026 ആദ്യ പകുതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വിലയിൽ ആഗോളതലത്തിൽ തന്നെ 15 മുതൽ 20% വരെ വർധനവ് ഉണ്ടായേക്കാമെന്നാണ് ഐക്യരാഷ്ട്രസഭ കണക്കുകൂട്ടുന്നത്. ഇന്ധന സ്റ്റോക്ക് തീർന്നതോടെ സ്കോട്ട്ലൻഡിൽ അങ്ങോളം ഇങ്ങോളം പെട്രോൾ സ്റ്റേഷനുകൾ കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടി. അടുത്ത കാലത്തെങ്ങും കാണാത്ത വിധത്തിൽ കഴിഞ്ഞയാഴ്ച പെട്രോൾ ഡീസൽ വില കുതിച്ചുയർന്നതോടെ വാഹന ഉടമകൾ പെട്രോൾ സ്റ്റേഷനുകളിലേക്ക് കൂട്ടം കൂട്ടമായി എത്തുകയായിരുന്നു. ഇറാൻ യുദ്ധം ആഗോളതലത്തിൽ തന്നെ ഇന്ധനവിലയെ ബാധിച്ചതോടെ ഇനിയും വില വർദ്ധിക്കുന്നതിന് മുൻപായി പെട്രോൾ ടാങ്കുകൾ നിറയ്ക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ആവശ്യക്കാർ ഏറിയതോടെയാണ് രാജ്യത്തെ ഫോർട്ട് കോർട്ടുകളെല്ലാം അടച്ചിടേണ്ട സാഹചര്യമെത്താൻ. ഇറാൻ അമേരിക്ക യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28 മുതൽ തന്നെ പമ്പുകളിൽ പെട്രോളിന്റെ വില ഉയരാൻ തുടങ്ങിയിരുന്നു. ആഗോള എണ്ണ വിപണിയിലേക്ക് 20% എണ്ണ എത്തിച്ചേരുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെയാണ് എണ്ണവില കുതിച്ചുയരാൻ തുടങ്ങിയത്. അതോടൊപ്പം ആവശ്യക്കാർ കൂടിയതോടെ സ്കോട്ട്ലൻഡിലെ പല പെട്രോൾ സ്റ്റേഷനുകളും സ്റ്റോക്ക് ലഭ്യമല്ലാത്ത സാഹചര്യം വന്നുചേർന്നു. അസ്ഡ, ടെസ്കോ, മോറിസൺസ് തുടങ്ങിയ സൂപ്പർ മാർക്കറ്റുകളിലെ ഫോർട്ട് കോർട്ടുകളും അടച്ചിടേണ്ടി വന്നു. ഇംഗ്ലണ്ടിലെ വീടുകളിലെ ഭക്ഷ്യമാലിന്യങ്ങൾ ആഴ്ചതോറും പ്രത്യേകം ശേഖരിക്കണമെന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എങ്കിലും നിരവധി കൗൺസിലുകൾ ഇതിന് ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്ന് റിപ്പോർട്ട്. സമയപരിധി പാലിക്കാൻ കഴിയില്ലെന്ന് ഏകദേശം 79 കൗൺസിലുകൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതിയ വാഹനങ്ങളുടെ ക്ഷാമവും സാമ്പത്തിക പ്രശ്നങ്ങളുമാണ് പ്രധാന പരിമിതിയായി കൗൺസിലുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനോടകം തന്നെ 340 മില്യൺ പൗണ്ട് ഗ്രാന്റ് നൽകിയിട്ടുണ്ട് എങ്കിലും ചില സ്ഥലങ്ങളിൽ സേവനം തുടങ്ങാൻ വൈകും. പുതിയ നിയമപ്രകാരം ഭക്ഷ്യവും തോട്ടത്തിൽ നിന്നുമുള്ള മാലിന്യവും പേപ്പർ കാർഡ്, ഗ്ലാസ്, മെറ്റൽ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ഡ്രൈ റീസൈക്കിളബിൾ സാധനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രത്യേകം ശേഖരിക്കണം. ഇതിലൂടെ ലാൻഡ് ഫില്ലിംഗ് പോകുന്ന മാലിന്യം കുറയ്ക്കുകയും വൈദ്യുതി ഉൽപാദനത്തിന് ഉപയോഗിക്കാനും സാധിക്കും. എന്നാൽ നിലവിൽ 1/3 കൗൺസിലുകൾക്ക് എല്ലാ വീടുകളിലും ഈ സംവിധാനം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചില കൗൺസിലുകൾക്ക് 2026 സേവനം ആരംഭിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മാറ്റം റീസൈക്ലിംഗ് മേഖലയെ വലിയ മുന്നേറ്റമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഭക്ഷ്യമാലിന്യങ്ങൾ ശരിയായി ശേഖരിച്ചാൽ ഗ്രീൻ ഹൗസ് വാതക വിസർജനം കുറയ്ക്കുവാനും സഹായിക്കും. നിയമം പാലിക്കാത്ത കൗൺസിലുകൾക്കെതിരെ നിയമ നടപടി സാധ്യതയുണ്ട് എന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകി. ചില കൗൺസിലുകൾ ഇതിനകം തന്നെ പുതിയ നടപടിക്രമം അനുസരിച്ച് മാലിന്യം ശേഖരിക്കാൻ തയ്യാറായതായും അധികൃതർ അറിയിച്ചു. ഇംഗ്ലീഷ് മാതൃഭാഷയല്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്നതിനാൽ സ്കൂളുകൾ 7 ലക്ഷം പൗണ്ട് വരെ കൈപ്പറ്റുന്നതായി റിപ്പോർട്ടായി. മാഞ്ചസ്റ്ററിലെ ഒരു സ്കൂളും നോർത്ത് പട്ടണിലെ മറ്റൊരു സ്കൂളും ഈ ഇനത്തിൽ ചുരുങ്ങിയത് 5 ലക്ഷം പൗണ്ട് വീതമെങ്കിലും കൈപ്പറ്റിയെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പരിഭാഷകർ, ദ്വിഭാഷി, അധ്യാപക സഹായികൾ, സപ്പോർട്ട് മെറ്റീരിയലുകൾ എന്നിവയ്ക്കുള്ള ചിലവുകൾക്കായാണ് ഈ തുക എന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ രേഖകൾ വ്യക്തമാകുന്നു. ഈ തുക യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്കായി പ്രത്യേകം നീക്കിവെച്ച തുകയല്ല, മറിച്ച് സ്കൂളിന്റെ മൊത്തം ബഡ്ജറ്റിൽ നിന്നും ചെലവഴിക്കുന്ന തുകയാണെന്നാണ് പതിവ്. സ്കൂളിന്റെ ബഡ്ജറ്റ് സ്കൂളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും ചെലവഴിക്കാമെന്ന് കൗൺസിലുകളും സാക്ഷ്യപ്പെടുത്തുന്നു. ഇംഗ്ലീഷ് ഒരു അധിക ഭാഷയായി പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യത്തിനായി ഈ വർഷം ദേശീയാടിസ്ഥാനത്തിൽ 539 മില്യൺ പൗണ്ടാണ് ചെലവഴിക്കുന്നത്. 2026-27 അധ്യാപന വർഷത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ ഇത് 572 മില്യൺ പൗണ്ടായി ഉയരുമെന്നും കാണാം. 2020 ഈ പദ്ധതി ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 157 മില്യൺ പൗണ്ടിന്റെ വർധനവാണ് ഇതിൽ നടത്തിയത് ചെലവിൽ വന്നിരിക്കുന്നത്. നികുതിദായകന്റെ പണത്തിൽ നിന്നും കൂടുതൽ തുക ഇതിനായി ചെലവഴിക്കുന്നതിനെതിരെ ജനരോക്ഷം ശക്തമാകുന്നുണ്ട്. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഇംഗ്ലീഷ് മാതൃഭാഷയില്ലാത്ത കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൾ തന്നെ വെളിപ്പെടുത്തുമ്പോൾ ഇതിനുള്ള ചിലവ് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. വേനലിന്റെ വരവറിയിച്ചുകൊണ്ട് ബ്രിട്ടീഷ് തലസ്ഥാന നഗരിയിൽ താപനില ഉയരുമ്പോൾ ബാഴ്സലോണയിൽ അനുഭവപ്പെട്ടതിനേക്കാൾ ഏറെ ചൂട് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. താപനില 23 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് പ്രവചനം. കൊടും തണുപ്പും ശക്തമായ കാറ്റും ഇടയ്ക്കൊക്കെ തെളിഞ്ഞ കാലാവസ്ഥയുമായി എത്തിയ വസന്തകാലത്തിന്റെ സമ്മിശ്ര കാലാവസ്ഥയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ചൂട് ഉയരാൻ പോകുന്നത്. അടുത്തിടെ ഈ വർഷത്തിൽ ഇതുവരെ വെച്ച് ഏറ്റവും ചൂടേറിയ ദിനങ്ങൾ ബ്രിട്ടനിൽ അനുഭവപ്പെട്ടിരുന്നു. മാർച്ച് മാസത്തിൽ താപനില 20 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുകയും ചെയ്തു. താപനില ഇനിയും ഉയരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. തിങ്കളാഴ്ച കാറ്റിന്റെ ശക്തി കുറയുന്നതിനൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തെളിഞ്ഞ കാലാവസ്ഥയും അനുഭവപ്പെടും. ചിലയിടങ്ങളിൽ വൈകുന്നേരത്തോടു കൂടി ആകാശം അല്പാൽപമായി മേഘാവൃതമാകുവാനും ഇടയുണ്ട്.
ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും താപനിലകൾ വർദ്ധിച്ചു വരും. കൂടുതൽ ഭാഗങ്ങളിൽ തെളിഞ്ഞ കാലാവസ്ഥ അനുഭവവേദ്യമാകും. ലണ്ടനിലെയും തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിലെയും താപനില ബുധനാഴ്ച 22 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. ഇത് ഏപ്രിൽ മാസത്തിലെ ശരാശരി താപനിലയേക്കാൾ വളരെ കൂടുതലാണ്. സാധാരണയായി ഏപ്രിൽ മാസത്തിലെ ശരാശരി താപനില 13 ഡിഗ്രിക്ക് അടുത്തായിരിക്കും. താപനില വർദ്ധിക്കുന്നതോടെ ബ്രിട്ടീഷ് തലസ്ഥാനം ചൂടിന്റെ കാര്യത്തിൽ പല തെക്കൻ യൂറോപ്യൻ നഗരങ്ങളിലെയും പിന്നിലാകും. എന്നാൽ ഈ കാലാവസ്ഥ ദീർഘകാലം ഉണ്ടാകില്ല. വാരാന്ത്യത്തോടെ മഴയ്ക്കും അസ്ഥിരമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് എന്ന് മെറ്റ് ഓഫീസിന്റെ കാലാവസ്ഥാ പ്രവചനത്തിൽ വ്യക്തമാക്കുന്നു. 48 മണിക്കൂറിനുള്ളിൽ സമാധാന ഉടമ്പടിക്ക് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് തള്ളി ഇറാൻ സൈനിക കേന്ദ്രം. ബലഹീനവും പരിഭ്രാന്തവും സമചിത്തതയില്ലാത്തതുമായി ബുദ്ധിശൂന്യവുമായ നടപടിയാണ് ട്രംപിന്റെ ഭീഷണിയെന്ന് ഹത്തം അൽ അൽബീനും സെൻട്രൽ ആസ്ഥാനത്ത് നിന്നുള്ള പ്രസ്താവനയിൽ ജനറൽ അലി അബ്ദുൽ ഹൈ അലിയബ് വിശേഷിപ്പിച്ചു. നിങ്ങൾക്ക് നരകത്തിന്റെ കവാടങ്ങൾ തുറന്നു കിട്ടും എന്നും അലിയാബാദി ട്രംപിനോട് പറഞ്ഞു. ഇറാൻ ഒരു കരാറിലെത്തുകയോ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുകയോ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട ട്രംപ് നേരത്തെ തന്റെ മുന്നറിയിപ്പ് ആവർത്തിച്ചിരുന്നു. ഇറാനോട് ഒരു കരാർ ഉണ്ടാക്കാനോ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കുവാനോ ഞാൻ 10 ദിവസം നൽകിയത് ഓർക്കുന്നുണ്ടോ? സമയം തീർന്നുകൊണ്ട് 48 മണിക്കൂറിനുള്ളിൽ അവർക്ക് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ട്രൂത്ത് സോഷ്യലിലൂടെ ഒരു പോസ്റ്റിലൂടെ ട്രംപ് വ്യക്തമാക്കിയത്. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ഇസ്രയേലിലും സമ്മർദ്ദം ശക്തമാക്കി. ഇറാനിയൻ ഊർജ്ജ സംവിധാനങ്ങളെ ലക്ഷ്യമിടാൻ ഇസ്രയേൽ തയ്യാറെടുക്കുകയാണെന്നും യുഎസിൽ നിന്നുമുള്ള അനുമതി കാത്തിരിക്കുകയാണെന്നും ഒരു മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അടുത്തയാഴ്ച തന്നെ ഇത്തരമൊരു നടപടി ഉണ്ടായേക്കാമെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. തന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കപ്പെട്ടേക്കാമെന്നും ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചർച്ചകൾക്കുള്ള സാധ്യത ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലൂടെ യുഎസുമായുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി വ്യക്തമാക്കിയിരുന്നു. അതേസമയം ട്രംപിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാനുള്ള സന്നദ്ധത അദ്ദേഹം പ്രകടമാക്കിയിട്ടില്ല. തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച യുദ്ധത്തിന് ശാശ്വതമായ ഒരു അന്ത്യം ഉറപ്പാക്കുന്നതിലാണ് ഇറാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനിലെ ബുഷർ ആണവ നിലയത്തിന് സമീപം തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് ആണവ വികിരണം പുറത്തുവരാൻ കാരണമായേക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജിയുടെ മുന്നറിയിപ്പ്. മേഖലയിൽ അപകടം ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് കത്തയച്ചു. ആണവ നിലയത്തിന് സമീപം നടക്കുന്ന ആക്രമണങ്ങൾ മേഖലയിലാകെ ഗുരുതരമായ മാനുഷിക പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നത് അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആണവ നിലയത്തിൽ നിന്നും റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ ഉണ്ടായാൽ അത് ഇറാന്റെ അതിർത്തികൾക്കപ്പുറം ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളെ പോലും ഗുരുതരമായി ബാധിക്കുമെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്കിടെ 4 തവണ ബുഷർ നിലയത്തിന് സമീപം ആക്രമണം ഉണ്ടായതായും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ നടന്ന ആക്രമണത്തിൽ നിലയത്തിലെ സുരക്ഷാ വിഭാഗത്തിലെ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടതായും കെട്ടിടത്തിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ആക്രമണത്തിൽ നിലയത്തിലെ പ്രധാന ഭാഗങ്ങൾ സുരക്ഷിതമാണ് എന്ന് വൈദ്യുതി ഉൽപാദനം സാധാരണ നിലയിലാണെന്നും ഇറാനിലെ തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ റേഡിയേഷൻ അളവിൽ വർധനവ് രേഖപ്പെടുത്തിയിട്ടില്ല എന്നും IAEA അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ ഗൾഫ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബുഷർ ആണവ നിലയം രാജ്യത്തെ ഏക ആണവ വൈദ്യുതി നിലയം എന്ന നിലയിൽ തന്ത്രപ്രധാനമായ കേന്ദ്രം കൂടിയാണ്. ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയ F-15E യുദ്ധവിമാനത്തിൽ നിന്നും പുറത്തു ചാടുകയും പിന്നാലെ കാണാതാവുകയും ചെയ്ത US സൈനികനെ രക്ഷിച്ചു. കനത്ത പോരാട്ടത്തിനൊടുവിലാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചതെന്ന് ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. സൈനികനെ രക്ഷപ്പെടുത്തിയ കാര്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈനികനെ രക്ഷിച്ചതായും അദ്ദേഹം സുരക്ഷിതനും ആരോഗ്യവാനും എന്നും സ്വന്തം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് US യുദ്ധവിമാനം F-15E സ്ട്രൈക്ക് ഈഗിളിനെ ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയത്. പൈലറ്റും വെപ്പൺസ് സിസ്റ്റം ഓഫീസറുമായിരുന്നു ഈ യുദ്ധവിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാളെയാണ് കാണാതായത്. 2 പേരിൽ ഒരാളെ ഉടൻ രക്ഷിക്കാൻ കഴിഞ്ഞുവെങ്കിലും രണ്ടാമത്തെ ആളെ കാണാതാവുകയായിരുന്നു. ഇദ്ദേഹത്തിനായി USഉം ഇറാനും വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. 2 ദിവസത്തിനിപ്പുറം പ്രാദേശിക സമയം ഞായറാഴ്ച രാവിലെയാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചിരിക്കുന്നത്. അതേസമയം ഈ സൈനികൻ പൈലറ്റ് ആണോ അതോ വെപ്പൺസ് സിസ്റ്റം ഓഫീസർ ആണോ എന്നത് വ്യക്തമല്ല. ഇദ്ദേഹത്തെ ഇറാൻ പുറത്തെത്തിച്ചു എന്നാണ് വിവരം. മധ്യ ഇറാന് മുകളിലായിരിക്കവേ F-15E യുദ്ധവിമാനം ഇറാൻ ആക്രമിച്ചിട്ടുണ്ടാകുമെന്നും അത് കൊഹിലിയയിലെ ആൻഡ് അഹമ്മദ് പ്രവിശ്യയിൽ പതിച്ചിട്ടുണ്ടാകുമെന്നും ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയിലെ ലൂസിയാന സംസ്ഥാനത്തെ ലാവോ പുതുവത്സര ആഘോഷത്തിനിടെ നടന്ന ഘോഷയാത്രയിൽ കാർ ഇടിച്ചു കയറിയ സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ശനിയാഴ്ച ഉച്ചയ്ക്ക് ബ്രൗസാദ് നഗരത്തിലാണ് സംഭവം ഉണ്ടായത്. വാഹനം ഓടിച്ചിരുന്ന ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ സംഭവം ആസൂത്രിതമല്ല എന്നാണ് സൂചന. സംഭവത്തെ തുടർന്ന് കുറഞ്ഞത് 13 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അക്കാഡിയൻ ആംബുലൻസ് അറിയിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചാണ് ആശുപത്രിയിൽ എത്തിച്ചത്.
സവന്നാഹ സ്ട്രീറ്റ് മെലാനിൻ റോഡും കൂട്ടിച്ചേർന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. സംഭവത്തെ തുടർന്ന് ലൂസിയാന ലാവോ ന്യൂ ഇയർ ഫെസ്റ്റിന്റെ ശേഷിച്ച എല്ലാ പരിപാടികളും സംഘാടകർ റദ്ദാക്കി. സുരക്ഷാ ജീവനക്കാരെ മുഴുവനായും സംഭവസ്ഥലത്തേക്ക് തിരിച്ചുവിട്ടതിനാൽ കൂടുതൽ പരിപാടികൾ നടത്താനാവില്ല എന്ന് പരിക്കേറ്റവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും സംഘാടകർ പ്രസ്താവനയിൽ അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123.10 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US$, 92.98 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.29 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US$, ഒരു കനേഡിയൻ ഡോളർ 66.80 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ഭാവിയിൽ ഇന്ത്യ എപ്പോഴെങ്കിലും ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ കൊൽക്കത്ത ആക്രമിച്ച തിരിച്ചടി നൽകുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ്. സിയാൽകോട്ടയിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഖോജ. ഇന്ത്യൻ കസ്റ്റഡിയിലുള്ള പാക് സ്വദേശികളുടെയോ അവരുടെ തന്നെ ആളുകളുടെയോ മൃതശരീരങ്ങൾ എവിടെയെങ്കിലും ഉപേക്ഷിച്ച ശേഷം അവർ ഭീകരരായിരുന്നു എന്ന പ്രചരണം നടത്തി വ്യാജ ഓപ്പറേഷൻ നടത്താൻ പദ്ധതി ഇടുന്നതായും റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഖോജ ആസിഫ് അവകാശപ്പെട്ടു. എന്നാൽ ഈ ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും പുറത്തുവിടാൻ ഖോജ ആസിഫ് തയ്യാറായില്ല. ഇന്ത്യയുടെ ഏത് ആക്രമണത്തിനും പാകിസ്ഥാന്റെ പ്രതികരണം വേഗതയേറിയതും നിയന്ത്രിതവും നിർണായകവുമായിരിക്കുമെന്നാണ് ഖോജ ആസിഫ് വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ അയൽരാജ്യത്തു നിന്നുള്ള ഏതൊരു തെറ്റായ നീക്കത്തിനും നിലവിലെ സാഹചര്യത്തിൽ അഭൂതപൂർവവും നിർണായകവുമായ നടപടി ഉണ്ടാകുമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പരാമർശങ്ങൾക്ക് മറുപടിയായിരുന്നു ഖോജ ആസിഫിന്റെ പ്രതികരണം. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിക്കുന്നതിനിടെ ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന 345 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾ ശനിയാഴ്ച അർമേനിയ വഴി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. ചെന്നൈയിലാണ് ഇവർ എത്തിച്ചേർന്നത്. മത്സ്യത്തൊഴിലാളികൾ ഇറാനിൽ കുടുങ്ങിക്കിടക്കാൻ ഇടയായ സാഹചര്യം വ്യക്തമല്ല. എങ്കിലും പശ്ചിമേഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന മത്സ്യത്തൊഴിലാളികളെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യത്തിൽ നേരത്തെ ഉറപ്പു നൽകിയിരുന്നു. ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ സഹായിച്ചതിന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അർമേനിയൻ വിദേശകാര്യമന്ത്രി അരാദ് മിർസോയോട് നന്ദി അറിയിച്ചു. ഇന്ന് ഇറാനിൽ നിന്നും അർമേനിയ വഴി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ സഹായിച്ചതിന് ബഹുമാനപ്പെട്ട വിദേശകാര്യമന്ത്രി അരാദ് മിർസോയും അർമേനിയൻ സർക്കാരിനും നന്ദി എന്നായിരുന്നു ജയശങ്കർ സമൂഹ മാധ്യമത്തിലൂടെ കുറിച്ചത്. ഇറാനിൽ കുടുങ്ങിക്കിടന്ന ഒരു സംഘം ഇന്ത്യൻ തൊഴിലാളികളെ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അർമേനിയ വഴി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അവരുടെ വിമാനം ഇന്ന് വൈകുന്നേരത്തോടെ ഇന്ത്യയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർക്കാർ പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒരു മാസത്തിലേറെയായി ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അർമേനിയ, അസർബൈജാൻ എന്നിവിടങ്ങളിലെ കര അതിർത്തി വഴി 1500-ലധികം ഇന്ത്യൻ പൗരന്മാർ ഇറാനിൽ നിന്നും പുറത്തു കടന്നതായും PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണെന്നും കാരണം ഇറാനിൽ ദുരിതം അനുഭവിച്ച നമ്മുടെ സഹോദരങ്ങളും സഹോദരിമാരും അവരുടെ കുടുംബങ്ങളിലേക്കും മാതൃരാജ്യത്തിലേക്കും തിരിച്ചെത്തുന്നു. നമ്മുടെ എല്ലാ മത്സ്യത്തൊഴിലാളികളും ഞങ്ങൾ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നുവെന്നും അവരെ ഇറാനിൽ നിന്നും തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷം നൽകുന്നുവെന്നും അതൊരു വളരെ ദുഷ്കരമായ യാത്രയായിരുന്നുവെന്നും അവർ അർമേനിയയിലെത്താൻ 20 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വന്നു എന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇറാന്റെ ഉപരോധത്തിനിടയിലും ഹോർമൂസ് കടലിടുക്കിലൂടെ ഏറ്റവും അധികം കടന്നുപോയത് ഇന്ത്യൻ കപ്പലുകൾ. യുദ്ധം തുടങ്ങിയ ശേഷം കുറഞ്ഞത് 8 ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി സുരക്ഷിതമായി സഞ്ചരിച്ചു. ഇതിൽ ഏകദേശം 94,000 ടൺ LPG വഹിച്ചുകൊണ്ട് യുദ്ധമേഖലയിലൂടെ കടന്നുപോയ BW ടൈഗർ, BWM എന്നീ കപ്പലുകളും ഉൾപ്പെടുന്നു. മാർച്ച് 26 മുതൽ 28 വരെയുള്ള കാലയളവിൽ 92,612 ടൺ LPG-യുമായി പൈൻ ഗ്യാസ്, ജഗ്വസത് എന്നീ കപ്പലുകൾ ഇന്ത്യയിലെത്തി. ഇതിനു മുൻപ് മാർച്ച് 16-ന് ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തും മാർച്ച് 17-ന് കണ്ടല തുറമുഖത്തുമായി 92,712 ടൺ LPG-യുമായി MD ശിവാലിക്, MD നന്ദാദേവി എന്നീ കപ്പലുകൾ എത്തിച്ചേർന്നിരുന്നു. കൂടാതെ UAE-യിൽ നിന്നും 80,886 ടൺ അസംസ്കൃത എണ്ണയുമായി ജഗ് ഡാഡ്കി മാർച്ച് 18-ന് മുദ്രയിലെത്തി. ഒമാനിൽ നിന്നും ആഫ്രിക്കയിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ജഗ് പ്രകാശ് നേരത്തെ സുരക്ഷിതമായി കടലിടുക്ക് കടന്നിരുന്നു. വെള്ളിയാഴ്ച രാത്രി 46,650 മെട്രിക് ടൺ LPG-യുമായി ഗ്രീൻ സാനി എന്ന കപ്പലും ഹോർമൂസ് കടലിടുക്ക് വിജയകരമായി പിന്നിട്ടു. കപ്പലുകൾക്ക് സംരക്ഷണം നൽകാനായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ തയ്യാറായി നിന്നിരുന്നു. ഉപരോധത്തിനിടയിലും ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടുന്നതിനായി കേന്ദ്ര സർക്കാർ ഇറാനിയൻ അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു. വോട്ടർമാർക്ക് വിഷു ആഘോഷത്തോടനുബന്ധിച്ച് BJP സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തെന്ന പരാതിയിൽ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തു. പോലീസും തിരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷണം ആരംഭിച്ചു. ഒളരി ശിവരാമപുരം ഉന്നതിയിലെ താമസക്കാർക്ക് കിറ്റിനുള്ള സ്ലിപ്പുകൾ വിതരണം ചെയ്തു എന്നും ഇതുപയോഗിച്ച് ഒളരി പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്തെ കാർത്തിക സൂപ്പർ മാർക്കറ്റിൽ നിന്നും കിറ്റുകൾ വിതരണം ചെയ്തു എന്നുമാണ് ആരോപണം. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ LDF നേതാക്കൾ പ്രതിഷേധിച്ചിരുന്നു. RDOയെ അറിയിച്ചതിനെ തുടർന്ന് ഇലക്ഷൻ ഫയലിംഗ് സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി സൂപ്പർ മാർക്കറ്റ് അടപ്പിച്ചു. ഇലക്ഷൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ ചാർജുള്ള ഡോക്ടർ ബിന്ദുവിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വെസ്റ്റ് പോലീസ് കേസെടുത്തത്. ശേഷിക്കുന്ന കിറ്റുകൾ പിടിച്ചെടുക്കുമെന്നും പോലീസ് അറിയിച്ചു. അയ്യന്തോൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിച്ചു.
സൂപ്പർ മാർക്കറ്റിന് മുന്നിൽ പിറകിലെ ഗോഡൌൺ വഴിയാണ് 12 ഇനം പലവ്യഞ്ജന സാധനങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തതെന്നാണ് ആരോപണം. പ്രദേശവാസികൾ സൂപ്പർ മാർക്കറ്റിലെത്തിയ കിറ്റുകൾ വാങ്ങുന്നു എന്ന വിവരത്തെ തുടർന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, LDF തൃശൂർ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് അനൂപ് ഡേവിഡ്സ് കാട എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സ്ഥലത്തെത്തി. ശിവരാമപുരം ഉന്നതിയിലെ താമസക്കാർക്ക് 100-ലേറെ സ്ലിപ്പുകൾ വിതരണം ചെയ്തതായും ഉന്നതിയിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ എത്തി 50-ലെ താഴെ കിറ്റുകൾ കൈപ്പറ്റിയെന്നും BJP പ്രാദേശിക നേതാവ് രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു സ്ലിപ്പ് വിതരണമെന്നും LDF നേതാക്കൾ ആരോപിച്ചു. ഭൂരിപക്ഷ പ്രവചന മത്സരത്തിൽ പോലീസ് കേസെടുത്തു. M. ലിജുവിന്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്നതിൽ 10,001 രൂപ വാഗ്ദാനം ചെയ്ത സംഭവത്തിലാണ് കായംകുളം പോലീസ് കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ആകാശ് തഴശ്ശേരിയാണ് കേസ്. ഫേസ്ബുക്ക് വഴിയായിരുന്നു പ്രവചന മത്സരം നടന്നത്. കായംകുളത്ത് 2ാം അംഗത്തിനിറങ്ങിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് M. ലിജു. മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് ലക്ഷ്യം. സിറ്റിംഗ് MLA കൂടിയായ യു പ്രതിഭയാണ് LDF ഇത്തവണയും രംഗത്തിറക്കിയിരിക്കുന്നത്. NDA പ്രചരണത്തിന് ആവേശം കൂട്ടാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്തെത്തി. കോഴിക്കോട് ബേപ്പൂരിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനായി റോഡ് ഷോ നടത്തി അമിത്ഷാ. മാന്തോട്ടം മുതൽ നടുവട്ടം വരെ 1 കിലോമീറ്റർ ദൂരത്തിലാണ് റോഡ് ഷോ നടത്തിയത്. അതേസമയം കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ് അമിത്ഷായുടെ പ്രചരണ പരിപാടികൾ നടന്നത്. തിരുവനന്തപുരത്തെ പ്രവാസികളുമായി അമിത്ഷാ കൂടിക്കാഴ്ച നടത്തി. അതേസമയം കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 4 നാൾ മാത്രമാണ് ശേഷിക്കുന്നത്. അവസാന ഘട്ടത്തിലും വികസന നേട്ടത്തിലൂന്നി പ്രചാരണം ശക്തമാക്കുകയാണ് LDF. വയനാടിനായി കോൺഗ്രസ് പിരിച്ച പണത്തെ ചൊല്ലിയുള്ള വിവാദം ചർച്ചയാക്കാനും ഇടതിന്റെ നീക്കം തുടരുന്നു. അതേസമയം കണ്ണൂരിലെ മണ്ഡലങ്ങളിൽ ശ്രദ്ധയൂന്നിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDF സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടിക്കൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് കൊട്ടാരക്കരയിൽ പ്രചരണത്തിനെത്തുകയും ചെയ്തു. ഹരിയാനയിൽ മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുചിത്ര ദേവിക്ക് നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ നിയമ നടപടിയുമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഗൗരവ് കുമാറിനെതിരെ KC വേണുഗോപാൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ആരോപണമെന്നും തന്റെ സൽകീർത്തിയും പ്രതിച്ഛായയും തകർക്കുകയാണ് ലക്ഷ്യമെന്നും KC വേണുഗോപാൽ പരാതിയിൽ വ്യക്തമാക്കി. ഹരിയാനയിൽ 2024 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച പരാതി 2 വർഷം കഴിഞ്ഞ് 2026 മാത്രമാണ് ഉയർന്നു വന്നത്. ഇത് സംബന്ധിച്ച് പത്രസമ്മേളനം നടത്തുകയും പല മാധ്യമങ്ങളിലും വാർത്ത വരികയും ചെയ്തു. കൂടാതെ 23/2/2026 സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. കൈരളി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രതി വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതായും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നും ആരോപിക്കുന്നു. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ മൂർധന്യത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇതുവരെ ഇല്ലാതിരുന്ന ആരോപണം പൊട്ടിമുളച്ചത്. UDF അധികാരത്തിൽ വരുന്നത് തടയാനുള്ള ഗൂഢാലോചന പരാതിക്ക് പിന്നിലുണ്ടെന്നും ദീർഘകാലമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന താൻ കഠിന അധ്വാനത്തിലൂടെ പടുത്തുയർത്തിയ യശസ് തകർക്കാൻ പരാതിക്കാരന് ലക്ഷ്യമുണ്ട് എന്നും സംശയിക്കുന്നു. മുമ്പ് അയച്ച വക്കീൽ നോട്ടീസിന് മറുപടി നൽകുകയോ ആരോപണം പിൻവലിക്കുകയോ ചെയ്യാത്ത സാഹചര്യത്തിലാണ് KC വേണുഗോപാൽ പരാതി ഫയൽ ചെയ്തത്. ഇനി സ്പോർട്സ്. FA കപ്പ് ക്വാർട്ടർ ഫൈനലിൽ പോർട്ട് വെയറിനെ ഗോൾ മഴയിൽ മുക്കി ചെൽസി സെമി ഫൈനലിൽ പ്രവേശിച്ചു. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നടന്ന ഏകപക്ഷീയമായ മത്സരത്തിൽ എതിരില്ലാത്ത 7 ഗോളുകൾക്കാണ് ചെൽസി വിജയിച്ചത്. ഇതോടെ ആഴ്സണൽ പിന്നാലെ മറ്റൊരു വമ്പൻ ടീം കൂടി സെമിയിലേക്ക് യോഗ്യത നേടി. മത്സരത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ചെൽസിയുടെ പൂർണ്ണ ആധിപത്യമാണ് കാണാൻ കഴിഞ്ഞത്. ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകൾ നേടി ചെൽസി വിജയം ഉറപ്പിച്ചിരുന്നു. ജോറേൽ ഹാറ്റോ, ജാവോ പെഡ്രോ, സിൻ എഡബയോ, ആൻഡ്രിയോ സാന്റോസ്, എസ്റ്റോവോ ഗർനാച്ചോ എന്നീ 6 താരങ്ങളും പന്ത് വലയിലാക്കി. ജോർദാൻ ഗബ്രിയേൽ സെൽഫ് ഗോളായിരുന്നു 7ാം ഗോൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മധ്യപൂർവേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ഭക്ഷ്യവില കുതിച്ചുയർന്നതായി ഐക്യരാഷ്ട്രസഭ. യുദ്ധത്തെ തുടർന്ന് ഊർജ്ജ നിരക്ക് വർദ്ധിച്ചതും ചരക്ക് ഗതാഗത നിരക്കിലുണ്ടായ വർധനവുമാണ് വില കൂടാൻ ഇടയാക്കിയതെന്നും ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. UN ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ഭക്ഷ്യവില സൂചികയിൽ മാർച്ച് മാസത്തിൽ മാത്രമുണ്ടായത് 2.4% വർധനവ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചതിലൂടെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ആവശ്യമായ രാസവളങ്ങളുടെ ദൗർലഭ്യം കാർഷിക രംഗത്തെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നു. സ്കോട്ട്ലൻഡിൽ ഇന്ധന സ്റ്റോക്ക് തീർന്നതോടെ പെട്രോൾ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടി. ഇറാൻ യുദ്ധം ആഗോളതലത്തിൽ തന്നെ ഇന്ധനവിലയെ ബാധിച്ചതോടെ വില വർദ്ധിക്കുന്നതിന് മുൻപ് വാഹന ഉടമകൾ പെട്രോൾ അധികമായി സ്റ്റോക്ക് ചെയ്യുന്നു. ആവശ്യക്കാർ ഏറിയതോടെ രാജ്യത്തെ ഫോർപോർട്ടുകളെല്ലാം അടച്ചുപൂട്ടി. എണ്ണവില കുതിച്ചുയർന്നത് ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ. അസ്ഡ ടെക്ടോ കമ്പനികൾ സൂപ്പർ മാർക്കറ്റിലെ ഫോർപോർട്ടുകൾ അടച്ചുപൂട്ടി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് തള്ളി ഇറാൻ. 48 മണിക്കൂറിനുള്ളിൽ സമാധാന ഉടമ്പടിക്ക് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനിലെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭീഷണി കാറ്റിൽ പറത്തി ഇറാന്റെ സൈനിക കേന്ദ്രം. ബലഹീനവും പരിഭ്രാന്തവും സമചിത്തതയില്ലാത്തതും ബുദ്ധിശൂന്യവുമായ നടപടിയാണ് ട്രംപിന്റെ ഭീഷണിയെന്ന് ജനറൽ അലി അബ്ദുള്ളാഹി അലിയബാദി
ഇറാനിയൻ ഊർജ്ജ സംവിധാനങ്ങളെ തകർക്കാൻ യുഎസിൽ നിന്നുമുള്ള അനുമതിക്ക് കാത്തിരിക്കുകയാണെന്നും ഇസ്രായേൽ 48 മണിക്കൂറിനുള്ളിൽ ഇറാനുകൾക്ക് കനത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ്. ഇറാനിലെ ബുഷർ ആണവ നിലയത്തിന് സമീപം തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ആണവ വികിരണം പുറത്തുവരാൻ കാരണമായേക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ആക്രമണങ്ങൾ മേഖലയിലാകെ ഗുരുതരമായ മാനുഷിക പരിസ്ഥിതി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കത്തയച്ചു. അമേരിക്കയും ഇസ്രയേലും തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്നത് അപലപനീയമെന്ന് അരാഗ്ചി. ആക്രമണത്തിൽ ആണവ നിലയത്തിന്റെ പ്രധാന ഭാഗങ്ങൾ സുരക്ഷിതമാണെന്നും വൈദ്യുതി ഉൽപാദനം സാധാരണ നിലയിലാണെന്നും ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയ F-15E യുദ്ധവിമാനത്തിൽ നിന്നും കാണാതായ US സൈനികനെ രക്ഷപ്പെടുത്തിയ കാര്യം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചു. വെള്ളിയാഴ്ചയാണ് US യുദ്ധവിമാനം F-15E സ്ട്രൈക്കേഴ്സ് ഈഗിളിനെ ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയത്. യുദ്ധവിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റും വെപ്പൺ സിസ്റ്റം ഓഫീസറും കാണാതായ പൈലറ്റിനു വേണ്ടി US-ഉം ഇറാനും വ്യാപകമായ തിരച്ചിൽ നടത്തുന്നതിന് ശേഷമാണ് ഇപ്പോൾ കണ്ടെത്തിയത്. ഇന്ത്യ എപ്പോഴെങ്കിലും പാകിസ്ഥാനെതിരെ ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ കൊൽക്കത്ത ആക്രമിച്ച് തിരിച്ചടി നൽകുമെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫ്. ഇന്ത്യൻ കസ്റ്റഡിയിലുള്ള പാക് സ്വദേശികളോടോ അല്ലെങ്കിൽ മറ്റു ആളുകളുടെയോ മൃതശരീരങ്ങൾ എവിടെയെങ്കിലും ഉപേക്ഷിച്ച ശേഷം അവർ ഭീകരരായിരുന്നു എന്ന പ്രചരണം നടത്തി വ്യാജ ഓപ്പറേഷൻ നടത്താൻ പദ്ധതിയിടുന്നതായി ഖോജ ആസിഫിന്റെ വിമർശനം. ഖോജ ആസിഫിന്റെ പ്രതികരണം ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പരാമർശങ്ങൾക്കുള്ള മറുപടി. ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്ന 345 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളെ അർമേനിയ വഴി ഇന്ത്യയിൽ തിരിച്ചെത്തിച്ചു. മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചേർന്നത് ചെന്നൈയിൽ. ഇറാൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം അർമേനിയ, അസർബൈജാൻ എന്നിവിടങ്ങളിലെ കര അതിർത്തി വഴി 1500-ലധികം ഇന്ത്യൻ പൗരന്മാർ ഇറാനിൽ നിന്നും പുറത്തു കടന്നതായി PTI. ഇറാനിൽ മത്സ്യത്തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കാൻ ഇടയായ സാഹചര്യങ്ങൾ വ്യക്തമല്ല. ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ സഹായിച്ചതിന് അർമേനിയൻ വിദേശകാര്യമന്ത്രി അരാജ് സോയൻ നന്ദി പറഞ്ഞു. വോട്ടർമാർക്ക് BJP സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തെന്ന പരാതിയെ തൃശൂർ വെസ്റ്റ് പോലീസ് കേസെടുത്തു. ഒളരി പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപത്തെ കാർത്തിക സൂപ്പർ മാർക്കറ്റിൽ നിന്നും കിറ്റുകൾ വിതരണം ചെയ്തു എന്നും പ്രതിപക്ഷ ആരോപണം. കിറ്റിനുള്ളിൽ സ്ലിപ്പുകൾ വിതരണം ചെയ്തു എന്നും ഇതുപയോഗിച്ച് സൂപ്പർ മാർക്കറ്റിന് പിറകിലെ ഗോഡൌൺ വഴി 12 ഇനം പലവ്യഞ്ജനങ്ങൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തെന്നും ആരോപണം. പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും അന്വേഷണം ആരംഭിച്ചു. ഇലക്ഷൻ ഫയലിംഗും സ്ക്വാഡും പോലീസും സ്ഥലത്തെത്തി സൂപ്പർ മാർക്കറ്റ് അടച്ചു. ഭൂരിപക്ഷ പ്രവചന മത്സരത്തിൽ പോലീസ് കേസെടുത്തു. M. ലിജുവിന്റെ ഭൂരിപക്ഷം പ്രവചിക്കുന്നവർക്ക് 10,001 രൂപ വാഗ്ദാനം ചെയ്ത സംഭവത്തിലാണ് കായംകുളം പോലീസ് കേസെടുത്തത്. യൂത്ത് കോൺഗ്രസ് നേതാവ് ആകാശ് തഴശ്ശേരിക്കെതിരെയാണ് കേസ്. പ്രവചന മത്സരം നടന്നത് ഫേസ്ബുക്ക് വഴി. ഹരിയാനയിലെ നിയമസഭാ സീറ്റ് വാഗ്ദാനം ചെയ്ത് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ നിയമ നടപടിയുമായി KC വേണുഗോപാൽ. ഗൗരവ് കുമാറിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു KC വേണുഗോപാൽ. തന്റെ സൽകീർത്തിയും പ്രതിച്ഛായയും തകർക്കുകയാണ് ലക്ഷ്യമെന്നും KC വേണുഗോപാൽ. ഈ ബുള്ളറ്റിൻ കൂടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.